ഇത് ഒരു കൂട്ടം ജനങ്ങൾ നേരിടുന്ന വല്ലാത്തൊരവസ്ഥയാണ്. പാലം തകർന്നു വീണ് കൃത്യം 1 വർഷം കഴിഞ്ഞു. മണ്ണ് തുടരെ ഇടിഞ്ഞു വീഴുന്നു. കാണുമ്പോൾ തന്നെ പേടി തോന്നുന്ന ഭയാനകമായൊരവസ്ഥയിലാണ് തകർന്ന പാലത്തിൻ്റെ പരിസരം നിലവിലുള്ളത്. മഴക്കാലമായതുകൊണ്ട് ഇടിഞ്ഞു വീണ പരിസരം ആഴത്തിലുള്ള ഒരു വലിയ ഗർത്തമായി മാറിയിരിക്കുന്നു. പതിവിൽ നിന്ന് വിപരീതമായി വെള്ളവും നിറഞ്ഞൊഴുകുകയാണ്. കാസർഗോഡ് കൊടിയമ്മയിലെ നാട്ടുകാർ നേരിടുന്നത് പകരം വെക്കാനില്ലാത്ത മഹാ വെല്ലുവിളി. അല്ലെങ്കിൽ മരിച്ചാൽ മയ്യത്ത് പോലും കൊണ്ടുപോയ അവസ്ഥയിലുള്ള പാലം തകർന്നു വീണത് കാരണം പാലത്തിന്റെ ഇരുവശങ്ങളിലും ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ ദ്വീപിന് സമാനമായ രീതിയിൽ വേർപെട്ടിരിക്കുന്നു. സ്കൂളുകളിലേക്കും മദ്രസകളിലേക്കും കുട്ടികൾ ആശ്രയിച്ചിരുന്ന ആ പാലം തകർന്നതോടെ 6 കിലോമീറ്റർ താണ്ടി യാത്ര ചെയ്യേണ്ട ദുരിതപൂർണമായ ഒരവസ്ഥയിലാണ് പാലത്തിന്റെ മറുവശത്തുള്ള ആളുകൾ. പാലം തകർന്നു വീണ സമയത്ത് പറ്റാവുന്ന രീതിയിൽ നാട്ടുകാർ ചേർന്ന് നടന്നു പോകാൻ പറ്റുന്ന കവുങ്ങുകൾ ഉപയോഗിച്ച് ഒരു ചെറുപാലം നിർമ്മിച്ചിരുന്നു. ആ മര്യാദ പോലും വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച ജനപ്രതിനിധികൾ ചെയ്യുന്നില്ലെന്ന് നാട്ടുകാരിൽ ചിലർ രൂക്ഷമായി വിമർശിക്കുന്നു. 1 കൊല്ലം കഴിഞ്ഞിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് അധികാരികളാണ്? മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്നാണ് നിലവിൽ കുമ്പള പഞ്ചായത്ത് ഭരിക്കുന്നത്. ഞാനൊരു രക്ഷിതാവാണ്. ഈ മദ്രസയിൽ കാണുന്ന മദ്രസയിൽ എൻ്റെ 2 മക്കൾ പഠിക്കുന്നുണ്ട്. രാവിലെ 6 മണിക്ക് വന്നിട്ടാണ് ഞാൻ മക്കളെ കാത്തിട്ടാണ് ഈ തോട് കടന്നിട്ട് വിട്ടുകൊണ്ടായിരുന്നു. പുലർച്ചെ 6 മണിക്ക് വന്നിട്ടാണ് എൻ്റെ മക്കളെ ഞാൻ മദ്രസ കൊണ്ട് വിട്ടുന്നത്. പക്ഷേ നമുക്ക് പേടിയാണ് ഈ വെള്ളത്തിന് മക്കളെ ചെറിയ മക്കളെ വിടാൻ. അത് 1, 2 ക്ലാസ് പഠിക്കുന്ന പിള്ളേരാണ്. നമ്മളെ ഈ മീത്ത ഭാഗത്ത് മരിച്ചാൽ ഈ പള്ളി ജമാഅത്ത് പള്ളി ഇത് മയ്യത്ത് കൊണ്ടുവരാൻ ഒരു കാരണവശാൽ ആംബുലൻസ് അല്ലാതെ 5 കിലോമീറ്റർ ചുറ്റിട്ടല്ലാതെ ഒരു വഴിയില്ല. പിന്നെ സ്കൂൾ കുട്ടികൾ, പോസ്റ്റ് ഓഫീസ്, പിന്നെ റേഷൻ കട എല്ലാം 6 കിലോമീറ്റർ ചുറ്റിയിട്ടാണ് പോകേണ്ടത്. പിന്നെ ഈ പാലം എപ്പോഴും ഉണ്ടാകും, നാളെ മറ്റൊന്ന്. ഇപ്പോൾ ഈ ജൂലൈക്ക് 1 വർഷമായി. ജൂലൈ 19 ഏകദേശം 1 വർഷത്തോളമായി ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ്. ഈ നാട്ടിൽ മെച്ചമുണ്ടായിരുന്നു. കവുങ്ങും പാലോട്ട് കവുങ്ങും തടിയിട്ടിട്ട് പോയിക്കൊണ്ടുണ്ടായി ആൾക്കാർ അപ്പുറം ഇപ്പുറം. ഇപ്പോൾ രണ്ട് ഭാഗത്തായിട്ടുണ്ട്. 2 ഭാഗത്തായിട്ടുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യണം എല്ലാവരും കൈമലർത്തി കാണിക്കുന്നു. 1, 2, 3 അല്ലെങ്കിൽ 2-3 മാസങ്ങളായിരുന്നുവെങ്കിൽ നമുക്ക് ഇത്തിരി കഥകളൊക്കെ പറഞ്ഞിരിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ അതല്ല വിഷയം. 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇത് അനാസ്ഥ തന്നെയാണ്. ഇത്തരം കെടുകാര്യസ്ഥത കാണിച്ച് പൊതുജനങ്ങളോട് ഈ രീതിയിൽ പെരുമാറുന്നത് അത് ഏത് കൊലകൊമ്പനായാലും ശരി തെറ്റ് തന്നെയാണ്. ചെയ്തു കൊടുക്കേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് കൃത്യമായ രീതിയിൽ ജനസേവനത്തിനിറങ്ങിയാൽ മാത്രമേ നാളെ ഇവരിലേക്കിറങ്ങി വോട്ട് ചോദിക്കുന്ന സമയത്ത് കൃത്യമായി നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പുറത്ത് നിന്ന് സ്കൂൾ കുട്ടികൾക്ക് ഇപ്പുറം എത്തണമെന്നുണ്ടെങ്കിൽ 6 കിലോമീറ്റർ താണ്ടണമെന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. അധികൃതർ വളരെ വ്യക്തമായ ഒരു പരിഹാരം ഇതിന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ജനങ്ങളോടൊപ്പം മാധ്യമധർമ്മം എന്ന രീതിയിൽ ഞങ്ങളുമുണ്ടാകും. ക്യാമറ പേഴ്സൺ വിമിഷ വിനോദിനോടൊപ്പം ഖാദർ കരിപ്പൊടി, പബ്ലിക് കേരള.